മന്ത്രി പദവിയിൽ നിന്ന് രാജിവെച്ച സി മുകുന്ദൻ. CPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയിൽ നിന്നാണ് സി മുകുന്ദൻ രാജിവെച്ചത്. നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് മുകുന്ദൻ അറിയിച്ചു. മറ്റു പാർട്ടികളുടെ പിന്തുണ സ്വീകരിക്കും. CPIയിൽ നിരവധി പേർ പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗീതാഗോപിക്കെതിരെ വീണ്ടും മുകുന്ദൻ ആരോപണം ഉന്നയിച്ചു. മകൾക്ക് 225 പവൻ വിവാഹ സമ്മാനം നൽകിയെന്നാണ് മുകുന്ദന്റെ ആരോപണം. നാട്ടികയിൽ നിന്ന് പണം പിരിച്ചു, എന്നാൽ പണം തിരികെ കൊടുത്തില്ല. പണം കൊടുത്തവർ പരാതിയുമായി സമീപിച്ചുവെന്നും മുകുന്ദൻ വെളിപ്പെടുത്തുന്നു. ബിനോയ് വിശ്വത്തിന്റെ ഉറപ്പിൽ വിശ്വാസമില്ലെന്നും സി മുകുന്ദൻ വ്യക്തമാക്കി. മന്ത്രി KP ഗണേഷ് കുമാറിനെതിരെ പരസ്യമായി രംഗത്തെത്തി ഭാര്യ ബിന്ദു മേനോൻ. മന്ത്രിയെ വാളകത്തെ വീട്ടിൽ അതീവ മോശമായ സാഹചര്യത്തിൽ താൻ നേരിട്ട് കണ്ടുവെന്നും അതിന്റെ തെളിവുകൾ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ടെന്നും ഭാര്യ ബിന്ദു മേനോൻ വെളിപ്പെടുത്തി. തനിക്ക് വട്ടാണെന്ന് വരുത്തി തീർക്കാൻ മന്ത്രി ശ്രമിക്കുന്നതിലാണ് ഇപ്പോൾ എല്ലാം തുറന്നു പറയുന്നതെന്നും അവർ വ്യക്തമാക്കി. ഇത് നേരത്തെ തന്നെ തുടങ്ങിയതാണെന്നും വർഷങ്ങളായി സഹിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ മകളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതാണെന്നും ബിന്ദു പറഞ്ഞു. പൊൻകുന്നത്ത് വാടക വീട്ടിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. സാജൻ, ഭാര്യ അനുഷ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൊൻകുന്നം തോണിപ്പാറ റോഡിന് സമീപമുള്ള വാടക വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കിടപ്പുമുറിയിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. രാത്രിയിൽ വഴക്ക് കേട്ടിരുന്നതായും രാവിലെ വിളിച്ചപ്പോൾ ഫോണിൽ ലഭിച്ചിരുന്നില്ല എന്നും സമീപവാസികൾ പറയുന്നു. 2.5 വയസ്സുള്ള മകൻ ഇവർക്കൊപ്പം വീട്ടിലുണ്ടായിരുന്നു. ഉറക്കമുണർന്ന കുട്ടി കരയുന്നത് കേട്ടാണ് വീട്ടുടമസ്ഥർ ദമ്പതിമാരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. ലഭിക്കാതെയായപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിനെ കൂക്കി വിളിച്ച നഴ്സുമാർ. മാലാമ്പറമ്പ് മാനാഞ്ചൽ റോഡ് ഉദ്ഘാടനം ചെയ്ത ശേഷം സംഘടിപ്പിച്ച റോഡ് ഷോ കളക്ടറേറ്റിന് മുന്നിലൂടെ പോകുമ്പോഴായിരുന്നു സമരം ചെയ്യുന്ന നഴ്സുമാർ കൂക്കി വിളിച്ചത്. MLA തോട്ടത്തിൽ രവീന്ദ്രനും മേയർ O സദാശിവനും റോഡ് ഷോയിൽ ഉണ്ടായിരുന്നു. റോഡ് ഷോ കടന്നു പോകുമ്പോൾ മന്ത്രി സമരക്കാരെ അഭിവാദ്യം ചെയ്ത് കൈവീശി കാണിച്ചു. ഈ സമയത്താണ് കൂക്കിവിളി ഉണ്ടായത്. എന്നാൽ മന്ത്രി ഗൗനിക്കാതെ റോഡ് ഷോ തുടർന്നു. മിനിമം വേതനം 40,000 ആക്കാമെന്ന ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറാകാത്ത സ്വകാര്യ ആശുപത്രികൾക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് നഴ്സിംഗ് സംഘടനകളുടെ തീരുമാനം. സ്കൂട്ടറിന് കടന്നുപോകാൻ സൈഡ് നൽകിയില്ല എന്ന പേരിൽ KSRTC ഡ്രൈവറെ പോലീസുകാരൻ ആക്രമിച്ചതായി പരാതി. സ്വിഫ്റ്റ് ബസ് ഡ്രൈവർ മഹാദേവനെയാണ് കൊച്ചി ഹാർബർ സ്റ്റേഷനിലെ പോലീസുകാരൻ വിനീത് ആക്രമിച്ചത്. ഇന്നലെ രാത്രി 7 മണിയോടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് ബസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ ജീവനക്കാർ പോലീസിൽ പരാതി നൽകി. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ അടക്കം കാണിച്ചാണ് പരാതി നൽകിയത്. ബസിന്റെ അപകടകരമായ ഡ്രൈവിംഗിനെ ചോദ്യം ചെയ്യുകയായിരുന്നുവെന്ന് പോലീസുകാരൻ പറഞ്ഞു.